എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒരു ചിക്കൻ കറിയാണ് വയ്ക്കുന്നത്. അപ്പം എല്ലാവരും വെച്ചിട്ടുണ്ടാവും, എന്നാലും ഞാനൊരു സ്പെഷ്യൽ രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, അപ്പം ഇതെല്ലാം കൂടി ഇട്ട് കുക്കറിൽ അടിച്ചിട്ട് ഒരു 3 വിസിൽ കേട്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ അതിനകത്ത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇത് മസാല, കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് പിന്നെ ഷിംല മിർച്ചും കൂടി ഞാൻ കുറച്ച് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഷിംല മിർച്ചാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം, അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചേർത്ത് ഇപ്പം ഞാൻ കടുക് വറുത്ത് അതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരാൾക്ക്. അപ്പം ഞാൻ ആദ്യം ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കിയാലോ. ഷിംല മിർച്ച്, പിന്നെ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പിന്നെ കറിവേപ്പില. അപ്പം ഇത്രയാണ് ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് എണ്ണയിൽ, വെളിച്ചെണ്ണയിൽ വഴറ്റി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള എന്തൊക്കെയാണ്, ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ ക്യാരറ്റുണ്ട്, പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാണ് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിനി ഇതിനകത്തോട്ട് ചേർക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ട പൊടികൾ ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ വേണ്ടിയത് ഒരു ശകലം, ഒരു 1/2 ടീസ്പൂൺ, ഓൾറെഡി ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് വേവിച്ചതാണ്, എന്നാലും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. എന്താ വെച്ചാൽ ഈ ഗ്രേവിയിൽ നമുക്ക് ഒരു കളറൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഓക്കെ. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ടിടുന്നത് കേട്ടോ. മസാലക്കൂട്ട് ഇതൊരു ടീസ്പൂൺ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഇതാണ്. അപ്പോൾ നമുക്കൊരു 2 ടീസ്പൂൺ ഇടാം. ഒരു വലിയ സ്പൂണാണെങ്കിൽ ഒരു 1.5 ഇട്ടാൽ മതിയാകും. ഞാനൊരു 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇട്ടൊന്ന് യോജിപ്പിക്കണം. ഒന്ന് യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഒത്തിരി എണ്ണ ഞാൻ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. അത് പിന്നെ ഒത്തിരി എണ്ണ ചേർത്തിട്ടുള്ള ഒത്തിരി എണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ നമ്മൾ എണ്ണയുടെ ഒരു ക്വാണ്ടിറ്റി എണ്ണ ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക, ടേസ്റ്റ്, രുചി ഉണ്ടാവും. എന്നാലും ഇച്ചിരി രുചി കുറഞ്ഞിരുന്നാലും നമ്മുടെ ഹെൽത്ത്. അപ്പോൾ എണ്ണ അധികം ഞാൻ ചേർക്കാതെയാണ്, മിനിമം സാധാരണ ചേർക്കുന്നത് പോലെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിനകത്തോട്ട് അതിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് നിങ്ങൾ യോജിപ്പിക്കാം. നല്ല ഒരു ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി ഒന്നും കൂടി ഒരു സിമ്മിൽ, ഒത്തിരി തീയിൽ വയ്ക്കാതെ, ഇത് ഓൾറെഡി ഇത് വെന്തിരിക്കുന്നതാണ്. അപ്പം നമ്മളിതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ഇതൊന്ന് ശകലമൊന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പം നമ്മളുടെ ഒരു വെറൈറ്റി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഷിംല മിർച്ച്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ സവാള, തക്കാളി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെജിറ്റബിൾ ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾക്ക്. നമ്മൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇതൊക്കെ ചേർത്ത് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ കഴിക്കുന്നതോടൊപ്പം വെജിറ്റബിൾസും കിട്ടും. ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.